ഏതടാ നായെ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? എൻ്റെ സാധാരണ ഒരു ദിവസം കേട്ടോ ഈ വീഡിയോയിൽ. രാവിലെ ഒരു 6 മണി 6:15 എണീറ്റിട്ട് നേരെ ജിമ്മിലേക്ക് പോയിട്ടാണ് ഞാൻ. ജിമ്മ് കയറിയാട് ഫസ്റ്റ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് കുറേ കാലമായിട്ട് വെയിറ്റ് കൂടുന്നോ കുറയുന്നോ ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ആശാനെ കണ്ടിട്ട് ആശാൻ റെസ്റ്റ് ഇൻ പീസ് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സ്വന്തം വീഡിയോ എടുത്തതിന് ശേഷം നേരെ വർക്കൗട്ട് സ്റ്റാർട്ട് ആക്കിയിട്ടാ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടാ. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇഡ്ഡലി ഇട്ടു, ചമ്മന്തി കഴിച്ചു, സാമ്പാർ കഴിച്ചു. എന്നിട്ട് ഇതെല്ലാം എടുത്തിട്ട് നേരെ ഹാളിലേക്ക് പോയിട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട്. 6 ഇഡ്ഡലി വെട്ടി ഒഴുകിയതിന് ശേഷം ഒരു നേന്ത്രപ്പഴം കഴിച്ചു കേട്ടാ ഞാൻ. ഫുഡ് കഴിച്ചതിന് ശേഷം കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് ടൗൺ വരെ പോയിട്ടാ കുറച്ച് സാധനം മേടിക്കാൻ. ആദ്യം 1-2 ഷർട്ട് ചെറുതാക്കാണ്ടായി. അത് അവിടെ കൊണ്ടു കൊടുത്തതിന് ശേഷം ഏച്ചിൻ്റെ കുഞ്ഞിക്ക് പാമ്പേഴ്സ് മേടിച്ചുട്ടാ പോയിട്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സാധനം മേടിച്ചുട്ടാ. മാഗി മേടിച്ചു, പിന്നെ ഒരു ക്രാക്ക് ജാക്ക് മേടിച്ചു. എന്താണെന്നറിയില്ല, മുട്ടായി എല്ലാം കാണുമ്പോൾ മേടിക്കാൻ തോന്നും. ഞാൻ തന്നിരുന്നില്ല. എന്നാൽ പിന്നെ 2 ലേസ് പോലത്തെ സാധനം ഒരു ഫിഷും കൂടി മേടിച്ചുട്ടാ. എല്ലാം കൂടി മൊത്തം 60 റുപ്യ. ഇതാണ് കേട്ടോ മാസങ്ങളായിട്ട് വെള്ളം കാണാത്ത എൻ്റെ വണ്ടി. എന്നിട്ട് ചെറുതാക്കി ഷർട്ടും മേടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് നേരെ ചെറുതിൻ്റെ അടുത്തേക്ക് പോയി ഓൻ പറയുന്നത്. നീ ഏതടാ നായെ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? സംഭവം പാല് കിട്ടാൻ വൈകിട്ടാണ് ആള് രോഷാകുലനായതെന്ന് പറഞ്ഞു കേട്ടെ. അത് കഴിഞ്ഞ് ഓൻ എന്നെ ചീത്ത പറഞ്ഞതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ കുറെ ചോറ് എടുത്തുകൊണ്ട് കൂട്ടാ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ലേസ് പോലത്തെ സാധനം മഴയും കണ്ടുകൊണ്ട് കഴിച്ചതിന് ശേഷം രാത്രിക്ക് ഒരു സിനിമയും കണ്ട് ഞാൻ കിടന്നുറങ്ങി.